നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് പന്തീരാങ്കാവിലെ വാർത്തയിലേക്കാണ്. പ്രതിക്ക് പോലീസിന്റെ ഒത്താശ. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് സൂചന. കൃത്യവിലോപത്തിന് പന്തീരാങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. മർദ്ദനം നേരിട്ട യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. രാഹുൽ പി ഗോപാലിനെതിരെ നടപടിയെടുക്കേണ്ട SHO AS സരിൻ യുവതിയെയും കുടുംബത്തെയും ഉപദേശിക്കാനാണ് സമയം കളഞ്ഞത്. വധശ്രമക്കുറ്റം ചുമത്തി കേസെടുക്കാനും വൈകി. അവസരം മുതലാക്കി പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു. വിമർശനം ശക്തമായതോടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി. SHO AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിറക്കി. AS സരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ചേരാത്ത നടപടിയാണുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സസ്പെൻഷൻ. നടപടി സ്വാഗതം ചെയ്ത് യുവതിയുടെ പിതാവ്. കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയുടെ മൊഴി സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തി. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പരാതിക്കാരുടെയും പാരന്റ്സിന്റെയും ബന്ധുക്കളുടെയും മൊഴിയെടുക്കാൻ വന്നതാണ്. അത് പൂർത്തിയായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട്. അത് പക്ഷേ വെളിവാക്കാൻ പറ്റില്ല. അത് കേസിന്റെ ഭാഗമായിട്ട് ACP ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് മൊഴിയെടുത്ത് അതിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത്. അതിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ ഇനി നീങ്ങും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ലഭിച്ച സസ്പെൻഷൻ. പ്രതിയായ രാഹുൽ ഇത്ര എളുപ്പം എങ്ങനെ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുൽ പി ഗോപാൽ വിവാഹ തട്ടിപ്പ് വീരൻ എന്ന സൂചന. കഴിഞ്ഞ വർഷം മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു. യുവതി പോലീസിൽ പരാതി നൽകി. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയുമായുള്ള വിവാഹം കഴിഞ്ഞ വർഷമാണ് രാഹുൽ പി ഗോപാൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മെയ് 5-ന് വിവാഹം നടത്താമെന്ന ധാരണയിലായിരുന്നു രജിസ്റ്റർ വിവാഹം. സ്ത്രീധനം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചൊലുത്തിയതോടെ യുവതി വിവാഹമോചനം തേടി. വിവാഹമോചന നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള രാഹുലിന്റെ വിവാഹം. ഇക്കാര്യം മറച്ചുവെച്ചെന്ന പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബം. ഈ കല്യാണത്തിന് ശേഷമാണ് 2 എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എൻഗേജ്മെന്റ് രണ്ടും അത് പിന്നീട് ഈ പെണ്ണിന്റെ ആളുകൾ അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതൊഴിഞ്ഞത് എന്നാണ്. ഇപ്പൊ ഇന്നലെ കോട്ടയത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അത് ചാനലിന്റെ ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ അത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ അത് പിന്നീട് അത് അന്വേഷിച്ചപ്പോൾ ഇയാളൊരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഒഴിവാകുകയാണ് ചെയ്തത്. എറണാകുളം സ്വദേശിനിയും രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി. ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി രാഹുൽ കബളിപ്പിച്ചെന്നാണ് ആരോപണം. രേഖാമൂലം പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്തെ യുവതി. നിയമപരമായി വിവാഹമോചനം നേടാതെയുള്ള 2ാം വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ്. 24 കൊച്ചി.
പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവ്. രാഹുൽ ഇതിനു മുൻപ് വിവാഹിതനായിരുന്ന കാര്യം പെൺകുട്ടിയെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു. അതേസമയം രാഹുലിന്റെ മാതാവിനെ തള്ളി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. പോലീസ് നടപടിയെ വനിതാ കമ്മീഷൻ വിമർശിച്ചു. പന്തീരാങ്കാവിൽ ഭർതൃവീട്ടിൽ നേരിട്ട കൊടും ക്രൂരതകൾ പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസിലെ പ്രതിയായ രാഹുലിന്റെ മാതാവിന്റെ പ്രതികരണം. പെൺകുട്ടിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. രാഹുൽ ഇതിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം പെൺകുട്ടിക്കും വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും മാതാവ് പറയുന്നു. മോന് കല്യാണമായിട്ട് കഴിച്ചത് ഈ കുട്ടീനെയാണ്. കോട്ടയത്തുനിന്ന് നിശ്ചയം കഴിഞ്ഞതാണ്. ഈ രണ്ട് കാര്യം അമ്മയ്ക്കറിയാം. രാഹുലിന്റെ മാതാവ് പറയുന്നതെല്ലാം പച്ചക്കള്ളമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു. രാഹുൽ മുൻപ് വിവാഹം കഴിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നുവെങ്കിൽ തന്റെ മകളുമായുള്ള വിവാഹം നടത്തില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ 2 എൻഗേജ്മെന്റ് നടന്നതാണെന്നും പിന്നീട് ആ കുട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നും ഒക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. കേസിൽ പന്തീരാങ്കാവ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് വനിതാ കമ്മീഷനും രംഗത്തെത്തി. ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. രാഹുലിന്റെ മാതാവിനും സഹോദരിക്കുമെതിരെയും കേസെടുക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. രാഹുൽ കോഴിക്കോട് തന്നെയുണ്ടെന്നും കോടതിയിൽ ഹാജരാകുമെന്നും മാതാവ് ഉഷ വ്യക്തമാക്കി. രാഹുലിന്റെ അമ്മയ്ക്കെതിരെയും നടപടി വേണമെന്നാണ് പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. പരാതിയുമായി സ്റ്റേഷനിലെത്തിയ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കാനല്ല പോലീസ് ശ്രമിച്ചത്, പകരം പ്രതിയെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ആരോപണമുണ്ട്. വിനീത VG 24 കൊച്ചി. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് നടന്ന ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ടെസ്റ്റ് നാളെ മുതൽ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ സമരം അവസാനിപ്പിച്ച് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിൽ ചില മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് വ്യക്തമാക്കി. ഡ്രൈവിംഗ് സ്കൂൾ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് മന്ത്രി തയ്യാറായതോടെയാണ് പ്രശ്നം അവസാനിച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലറിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരു കാറിൻ്റെ പഴക്കം 15 വർഷമെന്നാണ് പറഞ്ഞത്. ഇത് അവർക്കൊരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. 15 എന്നുള്ള 18 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓഫീസിൽ 40 ലൈസൻസ് എന്നുള്ളതായിരുന്നു തീരുമാനം. അപ്പോൾ ഒരു ഓഫീസിലെ ഒരു MBA 2 MBA ഉണ്ടെങ്കിൽ 80 ലൈസൻസ് എടുക്കും. 2 വശവും ക്ലച്ചും ബ്രേക്കും ഉണ്ട്. അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. തൽക്കാലം അത് അങ്ങനെ ക്ലച്ചും ബ്രേക്കും ഇരുന്നോട്ടെ. ഒരു അപകടം ഈ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്ന ആളുണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. MIT വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ മന്ത്രി ഉറച്ചു നിന്നു. കാറുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നതിലും വിട്ടുവീഴ്ചയില്ല. കാലിൽ ഗിയറില്ലാത്ത സ്കൂട്ടർ ഉപയോഗിച്ചുള്ള പരിശോധന അതെല്ലാം അവസാനിപ്പിക്കുകയാണ്. അതിന് 3 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആ പുതിയ വണ്ടി അവർ വാങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആ ലൈസൻസായിട്ട് ഇറങ്ങുന്ന ആളിന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസാണ്, അത് കൊല്ലാനുള്ള ലൈസൻസ് അല്ല. അത് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കെട്ടിക്കിടക്കുന്ന ലൈസൻസ് അപേക്ഷകരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീരുമാനങ്ങൾ സംയുക്ത സമരസമിതി സ്വാഗതം ചെയ്തു. പൂർണ്ണമായിട്ടും അനുഭാവപൂർണമായ നമ്മളെ പരിഗണിക്കുകയായിരുന്നു മന്ത്രി. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അതിനോടൊപ്പം ഡ്രൈവിംഗ് പരിഷ്കാരത്തെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തു. ഇനി പഴയതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട, ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ടെസ്റ്റുകൾ നടക്കും. അതേസമയം ചർച്ചയിൽ CITU പൂർണ്ണ തൃപ്തരല്ല. അല്ല, ചർച്ചയിൽ പൂർണ്ണ തൃപ്തിയൊന്നുമില്ല. കാരണം നമ്മൾ ആവശ്യപ്പെട്ടതിന് കുറച്ച് ഭേദഗതികൾ വരുത്തി തന്നു. സർക്കുലറൊന്നും പിൻവലിച്ചിട്ടില്ല. 40 എന്നുള്ള 80 ആക്കി തന്നു, 15 എന്നുള്ള 18 ആക്കി തന്നു. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷയ്ക്ക് വരെ 22 വർഷം പെർമിറ്റ് ഉള്ളതാണ്. അതിനെ 18 ആക്കി തന്നു. ഇതാണ് നടന്നത്. നാളെ മുതൽ സംസ്ഥാനത്ത് എല്ലാ കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അറിയിച്ചു. KSRTCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ 2 മാസത്തിനുള്ളിൽ സജ്ജമാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ ശ്രമം. 24 തിരുവനന്തപുരം. പടരുന്ന ഭീതി.
മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിക്ക് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. 4 കുട്ടികൾ നിരീക്ഷണത്തിലുണ്ട്. വിദേശത്തുനിന്ന് മരുന്നെത്തിക്കാൻ ശ്രമം തുടങ്ങിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഈ മാസം 1-നാണ് മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി സമീപത്തെ കടലുണ്ടി പുഴയിൽ കുളിക്കാനിറങ്ങിയത്. പിന്നാലെ പനിയും ജലദോഷവും അനുഭവപ്പെടുകയും ആരോഗ്യാവസ്ഥ മോശമാകുകയും ചെയ്തു. തിങ്കളാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. നട്ടലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള കുട്ടിയുടെ ബന്ധുക്കളായ 4 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. അവർ കുറിച്ച് തന്ന മരുന്നിൽ ഒരു മരുന്ന് കിട്ടാനില്ല. അത് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞങ്ങളതായിട്ടുള്ള രീതിയിൽ ഞങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. കുട്ടി ഇപ്പോൾ വെന്റിലേറ്ററാണ്. അതുകൂടാതെ ഞങ്ങളെ ഫാമിലിയിൽപ്പെട്ട 4 പേര് ഇപ്പം ഇവിടെ അഡ്മിറ്റാണ്. അവരെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. മരുന്ന് ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാൽ ജർമ്മനിയിൽ നിന്നുൾപ്പെടെ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിനായി കേരളം കേന്ദ്രത്തിന്റെ സഹായം തേടി. അപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ ഉള്ളത്. ഇതിന്റെ പ്രശ്നം ഈ മെഡിസിൻ രാജ്യത്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പിന്നെയുള്ള സാധ്യത മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ്. രോഗം പകർന്ന കടലുണ്ടി പുഴയിലെ 5 കടവുകളിൽ ഇറങ്ങരുതെന്ന് മൂന്നിയൂർ പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 24 കോഴിക്കോട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എലിപ്പനി ബാധിച്ച് മരണം 2ആയി. മുട്ടക്കാട് സ്വദേശി രാജുവാണ് ചികിത്സയിൽ കഴിയവെ മരിച്ചത്. 57 വയസ്സായിരുന്നു. വിരമിച്ച KSRTC ഡ്രൈവറാണ്. 2 ആഴ്ച മുൻപ് കീഴാവൂർ സ്വദേശി അനിൽ എലിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. നെയ്യാറ്റിൻകരയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണം ജലസേചന വകുപ്പ് ജീവനക്കാരുടെ അശ്രദ്ധയെന്ന് LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി. ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പിന് ഭരണസമിതി കത്ത് നൽകും. രോഗം ബാധിച്ചവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങി. മഞ്ഞപ്പിത്ത ഭീതി വിട്ടുമാറാത്ത മലപ്പുറം ജില്ലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മഴക്കാലമായാൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 600ഓളം ആക്റ്റീവ് കേസുകളുണ്ട്. പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി. അതേസമയം വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥയാണ് വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിശദീകരണം. ഈ വാദം തള്ളുകയാണ് ഇടത് പഞ്ചായത്ത് ഭരണസമിതിയും. വീഴ്ച സംഭവിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജലവിഭവ മന്ത്രിക്ക് കത്തു നൽകി. നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. 189 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. 41 പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗബാധിതരുടെ ചികിത്സയ്ക്കായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം ആരംഭിച്ചു. വെന്റിലേറ്ററിലുള്ള വേങ്ങൂർ അമ്പാടൻ വീട്ടിൽ ശ്രീകാന്തിനും ഭാര്യ അഞ്ജനയ്ക്കുമാണ് ആദ്യം സഹായം നൽകുക. പഞ്ചായത്തിലുടനീളം വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. 24 കൊച്ചി. ഞായറാഴ്ചയോടെ കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത ഒരാഴ്ച വേനൽമഴ സജീവമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തെക്കൻ കേരള തീരത്ത് നിന്ന് മീൻ പിടിക്കാൻ പോകുന്നതിന് ഇന്നും നാളെയും വിലക്കേർപ്പെടുത്തി. മുംബൈയിൽ പരസ്യബോർഡ് തകർന്നുണ്ടായ അപകടത്തിൽ മരണം 16ആയി. അവശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി പുറത്തെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് കനത്ത മഴയിലും കാറ്റിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് പതിച്ചത്. 80-ലേറെ പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. വീണ്ടും നിലവിളി. കാസർഗോഡ് പടന്നക്കാട് 8 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നെന്ന മെഡിക്കൽ റിപ്പോർട്ട്. മോഷണത്തിനൊപ്പം പ്രതി കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. പുലർച്ചെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ നിലയിൽ സമീപത്തെ വയലിൽ നിന്നാണ് കണ്ടെത്തിയത്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ 2:30-ഓടെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്.
എന്നത്തെയും പോലെ മുത്തച്ഛനൊപ്പമാണ് കുട്ടി ഉറങ്ങിയത്. പുലർച്ചെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ തൊഴുത്തിലേക്ക് പോയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് വീടിന് 1 കിലോമീറ്റർ അകലെ ഞാണിക്കടവ് വയൽ പ്രദേശത്ത് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. 8 വയസ്സുകാരിയുടെ സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മുഖത്തും കഴുത്തിലും പരിക്കേറ്റിട്ടുമുണ്ട്. മുഖം മറച്ചെത്തിയ മലയാളം സംസാരിക്കുന്നയാളാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് കുട്ടി പറഞ്ഞിരുന്നുവെന്ന് രക്ഷപ്പെടുത്തിയ യുവതി. ഞാൻ വാതിൽ തുറന്നിട്ട് നോക്കുമ്പോൾ കുഞ്ഞാടി ഇരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് മോളെ ഇങ്ങോട്ട് ബാ. കുഞ്ഞ് ഓടി വന്നിട്ട് എന്നോട് സംഭവം എല്ലാം പറഞ്ഞ്. എന്നൊരു മാമന് മുഖം പൊത്തിയൊരു മാമൻ വന്നിട്ട് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയത്. എന്നെ കണ്ടത്തിലിട്ടിട്ട് എന്തെല്ലോ ചെയ്തിന്. എൻ്റെ കമ്മലെല്ലാം ഊരിയിട്ട് കൊണ്ടുപോയി. ഞാൻ വെള്ളമെല്ലാം കൊടുത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ വിളിച്ചിട്ട് ആൾക്കാർ വന്നിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയി. മുൻവശത്തെ വാതിലിലൂടെ എത്തിയ പ്രതി അടുക്കള വാതിലിലൂടെയാണ് കുട്ടിയെ കടത്തിയത്. ഞാൻ 2 മണിക്ക് സാധാരണ ഉറങ്ങിണിക്കലുണ്ട്. ഉറങ്ങിച്ചിട്ട് കാലിൽ വന്ന് ചാണകം വാരി വൃത്തിയാക്കി പശുവിനെ കറന്ന് പാലെല്ലാം കൊണ്ട് വെച്ചിട്ട് നമ്മൾക്ക് കുഞ്ഞിനെ കാണുന്നത്. അതായത് 3 മണി 3:30 ഉള്ളിൽ സംഭവം നടന്നു. കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. പെൺകുട്ടി നിലവിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് 50 രൂപയുടെയും 10 രൂപയുടെയും നോട്ടുകൾ കണ്ടെടുത്തു. കുട്ടിയുടെ വീടിനെക്കുറിച്ച് അറിയാവുന്നയാൾ തന്നെയാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കാസർഗോഡ്. ഇടുക്കി ഇരട്ടയാറിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 18-കാരിയുടെ മരണകാരണം കഴുത്തിൽ ബെൽറ്റ് മുറുകിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പരിശോധനാ ഫലം ലഭിച്ച ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകൂവെന്നും പോലീസ് അറിയിച്ചു. മരിക്കുമെന്ന സൂചന നൽകി സുഹൃത്തിനയച്ച ഫോൺ സന്ദേശങ്ങൾ പെൺകുട്ടിയുടെ മൊബൈലിൽ പോലീസ് കണ്ടെടുത്തു. മരണകാരണം സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇന്നലെയാണ് പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നിന്ന് കാണാതായ 14 വയസ്സുകാരൻ ആദിത്യനെ ചെന്നൈയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശി റീനുവാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. റീനുവിനൊപ്പം കുട്ടി രാത്രി 1 മണിയോടെ കൊല്ലത്തെത്തും. കുട്ടിയുടെ ബന്ധുക്കളും കീഴ്വായ്പൂർ പോലീസും കൊല്ലത്തേക്ക് തിരിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് കുറിപ്പെഴുതി വെച്ച് ഇന്നലെയാണ് ആദിത്യൻ വീട് വിട്ടത്. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം പ്രാവർത്തികമായി. ഭേദഗതി ചെയ്ത നിയമപ്രകാരം 300 പേർക്ക് പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഇടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. 2024 പൗരത്വ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിന് ശേഷമുള്ള ആദ്യ സെറ്റ് പൗരത്വ സർട്ടിഫിക്കറ്റുകളാണ് ഇന്ന് വിതരണം ചെയ്തത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികൾക്കാണ് പൗരത്വം നൽകിയതെന്നാണ് സൂചന. ജില്ലാതല സമിതികൾ സംസ്ഥാന എംപവേർഡ് സമിതിക്ക് കൈമാറിയ പൗരത്വ അപേക്ഷയിൽ കേന്ദ്ര എംപവേർഡ് സമിതിയാണ് തീരുമാനമെടുത്തത്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജില്ലാ സംസ്ഥാന സമിതികൾ രൂപീകരിക്കാത്തതിനാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് പൗരത്വം നൽകിയതെന്നാണ് വിവരം. 300 പേർക്ക് ഇതിനകം പൗരത്വം നൽകിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മാർച്ച് 11 പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയതിന് പിന്നാലെ പൗരത്വാപേക്ഷ നൽകുന്നതിനായി ആപ്പും സജ്ജമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ അവസാന 3 ഘട്ടങ്ങൾ നടക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. 24 ഡൽഹി. തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും വിവാദ പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബജറ്റ് വിഹിതത്തിൽ 15% ന്യൂനപക്ഷത്തിന് നീക്കിവെക്കാനും സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമാക്കാനുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് നരേന്ദ്രമോദി ആരോപിച്ചു. മഹാരാഷ്ട്രയിലെ ദിൻഭോരിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ ഉള്ളിക്കർഷകർ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയാണ് മഹാരാഷ്ട്രയിലെ റാലിയിലും മോദി നടത്തിയത്. മതം നോക്കി ബജറ്റിൽ പണം നീക്കിവെക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. SC/ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണം എടുത്തുമാറ്റി മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസ് उस समय चाहती थी कि देश के सारे बजट का 15% सिर्फ मुसलमानों पर खर्च हो. तब भाजपा के जबरदस्त विरोध के बाद ये कामयाब नहीं हो पाए थे. മുംബൈയിലെ റോഡ് ഷോ അടക്കം മഹാരാഷ്ട്രയിൽ ഇന്ന് വിപുലമായ പ്രചാരണമാണ് മോദി നടത്തിയത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ദീൻദോരിയിൽ മോദിക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നത് ക്ഷീണമായി. ഉള്ളിക്കർഷകരാണ് മോദിയുടെ പ്രസംഗത്തിനിടെ സദസ്സിൽ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയത്.
ഉള്ളി കയറ്റുമതി വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പ്രസംഗം ഇടയ്ക്ക് തടസ്സപ്പെട്ടതിന്റെ ദേഷ്യം മോദിയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതോടെ ജയ് ശ്രീറാം മുഴക്കി മോദി പ്രസംഗം തുടരുകയായിരുന്നു. 24 മുംബൈ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 200 സീറ്റ് പോലും തികയ്ക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. ജൂൺ 4 ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ഖർഗെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ഇന്ത്യ മുന്നണിക്ക് പുറത്തുനിന്നുള്ള പിന്തുണ മാത്രമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. സഖ്യകക്ഷികളുടെ പ്രകടന പത്രിക സംയോജിപ്പിച്ച് പൊതു മിനിമം പരിപാടി തയ്യാറാക്കും. സൗജന്യ റേഷൻ 10 കിലോയായി ഉയർത്തുമെന്നും ഖർഗെ പറഞ്ഞു. मैं विश्वास के साथ कह सकता हूं 4 जून को इंडिया गठबंधन नई सरकार बनाने जा रही है. 4ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ BJPയുടെ നുണപ്രചാരണങ്ങൾ ഉച്ചസ്ഥായിയിലെത്തിയെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. भारतीय जनता पार्टी का रथ फंस नहीं गया है, धस गया है और इसीलिए उनकी भाषा बदली है, जो उन्हें अपने काम पर वोट मांगना था. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. കോൺഗ്രസ് ബംഗാൾ ഘടകത്തെയും CPIMനെയും സഖ്യകക്ഷികളായി കാണാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പുറത്തുനിന്ന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും മമതാ ബാനർജി പറഞ്ഞു. 24 ഡൽഹി. UAPA കേസിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥ ജയിൽ മോചിതനായി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രബീർ പുരകായസ്ഥയെ വിട്ടയച്ചത്. കേസിൽ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധം എന്നാണ് സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവം. 2023 ഒക്ടോബർ 3 ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് 7 മാസങ്ങൾക്ക് ശേഷമാണ് ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുർക്കായസ്ഥ ജയിൽ മോചിതനായത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി 100-ലേറെ പേർ രോഹിണി ജയിലിന് പുറത്ത് സ്വീകരിക്കാനായി ഒത്തുകൂടി. പുറത്തിറങ്ങിയ പ്രബീറിനെ മുദ്രാവാക്യം വിളികളോടെ പൂമാലകളിട്ട് സ്വീകരിച്ചു. സുപ്രീം കോടതി വിധിയിൽ ഏറെ ബഹുമാനമുണ്ടെന്നും നിയമപോരാട്ടം തുടരുമെന്നും പ്രബീർ പുർക്കായസ്ഥ. It's too early for me to react. I've just come out. But yes, Supreme Court has given a judgment. All respect to the court, and we believe that we should continue the legal fight. We'll see. It's too early for me to say. What about the case framed by the police? Case will continue. അറസ്റ്റിന്റെ കാരണം പുർക്കായസ്ഥയെ അറിയിച്ചിട്ടില്ല എന്നത് അറസ്റ്റിനെ ദുർബലമാക്കുന്നുവെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് വ്യക്തമാക്കി. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ വിചാരണ കോടതി നിശ്ചയിക്കുന്ന ഉപാധികളോടെ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, കേസിന്റെ മെറിറ്റിനെ കുറിച്ച് സംസാരിക്കരുത്, രാജ്യം വിട്ടുപോകരുത് എന്നീ 3 ഉപാധികളോടെയാണ് പട്യാല ഹൗസ് കോടതി ജാമ്യം അനുവദിച്ചത്. 3 ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നായി 115 കോടിയോളം രൂപ ന്യൂസ് ക്ലിക്കിൽ എത്തിയെന്നാണ് EDയുടെയും ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെയും ആരോപണം. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ജാർഖണ്ഡിലെ ഗ്രാമവികസന മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അലംഗീർ ആലത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാലിന്റെ സഹായിൽ നിന്ന് 37 കോടി രൂപ പിടിച്ചെടുത്തിരുന്നു. ഈ കേസിൽ 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് മന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൂണ്ടകളെ പിടികൂടാൻ ഓപ്പറേഷൻ ആഗ് വീണ്ടും ആരംഭിച്ചു. പോലീസ് ക്രിമിനലുകളെയും ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവരെയും കണ്ടെത്താൻ ഇന്ന് പുലർച്ചെ മുതൽ സംസ്ഥാന വ്യാപക പരിശോധന ആരംഭിച്ചു. സംസ്ഥാന ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. തലസ്ഥാന നഗരത്തിലെ കരമനയിൽ പട്ടാപ്പകൽ യുവാവിന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം. എറണാകുളത്ത് 1.5 ആഴ്ചക്കിടെ നടന്ന 7ഓളം അക്രമ സംഭവങ്ങൾ. പോലീസ് വീഴ്ചയെന്ന് പ്രതിപക്ഷം ആക്ഷേപമുയർത്തിയതോടെയാണ് ഗുണ്ടകളെ പിടിച്ചുകെട്ടാൻ പോലീസ് പരിശോധന ആരംഭിച്ചത്. പുലർച്ചെ 5 മണി മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചു. കാപ്പ ചുമത്തി നാടുകടത്തിയിട്ടും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടക്കുന്നവർ, ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർ, ഇവരെയൊക്കെ കണ്ടെത്തുകയാണ് പോലീസ് ലക്ഷ്യം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ ഗുണ്ടാ നേതാവിനെ നേമത്ത് നിന്നും പിടികൂടി. ഈ ആന്റി സോഷ്യൽസ് ഗുണ്ടാസിന്റെ എതിരെ ഒരു കൺസേർട്ടഡ് ആക്ഷൻ ഉണ്ടാവണമെന്ന ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്.
ഇന്ന് രാവിലെ പുലർച്ചെ 6 മണി തൊട്ട് ഈ ആന്റി സോഷ്യൽസിന്റെ ചെക്കിങ്ങും അവരുടെ വീടുകളുടെ റെയ്ഡ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആവും. ഈ ആക്ഷൻ അടുത്ത 10 ദിവസത്തേക്ക് കണ്ടിന്യൂ ആവും. അതേസമയം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പോലീസ് നോക്കുകുത്തിയാണ്. കാരണം വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ്. ആർക്കും പണമുണ്ടെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്താൽ ആരെയും കൊല്ലാനും ആരുടെയും കൈയും കാലും വെട്ടാനും ആരെയും വീട് കയറി ആക്രമിക്കാനും നടക്കും. 10 ദിവസം തുടർച്ചയായി പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ ഗുണ്ട ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന നടത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെയും ഭർത്താവിനെയും മർദ്ദിച്ച സംഘത്തിലെ 2 പേർ കൂടി പിടിയിലായി. അമ്പൂരി സ്വദേശികളായ അബിൻ റോയ്, അഖിൽ ലാൽ എന്നിവരെ കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കേസിൽ ഒരാൾ ഇപ്പോഴും ഒളിവിലാണ്. കന്യാകുമാരിയിൽ നിന്ന് രക്ഷപ്പെടാനൊരുങ്ങുന്നതിനിടെയാണ് ഒളിസങ്കേതത്തിൽ നിന്ന് പ്രതികളെ വെള്ളറട പോലീസ് പിടികൂടിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യും. സംഭവത്തിന് പിന്നാലെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്ന 17-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഘത്തിലെ 4-മനെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇന്നലെ രാത്രി 9:30-യോടെയാണ് വെള്ളറട സ്വദേശിയും കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും ഭർത്താവ് രതീഷിനെയും തടഞ്ഞു നിർത്തി ഗുണ്ടാ സംഘം മർദ്ദിച്ചത്. രതീഷിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സംഘം തട്ടിയെടുത്തു. അതിലൊരാൾ ഈ ചെകിട്ടിൽ ഒറ്റയടി, മറ്റവൻ ഉടനെ കയ്യിൽ നിന്ന് ഒരു വാളെന്തോ ആണ്, ഒരു വാള് പോലത്തെ ഒരു നീളമുള്ള ഒരു ആയുധം, വാളെന്തോ എടുത്ത് ഫോൺ ഇടാന്ന് പറഞ്ഞ് ഫോണിനെ പിടിച്ചു വാങ്ങി. ആ വെട്ടുകത്തി ഉണ്ടായിരുന്നത് ആ വെട്ടുകത്തിയുടെ മാറ് വെച്ച് ഇവിടെ അടിച്ചു. ഭാര്യയുടെ മുടിയിൽ കയറി ചുറ്റി പിടിച്ചിട്ട് ഈ നഖം കൊണ്ട് ഇവിടെ മുറിഞ്ഞു വീഴാൻ പോയി. ഞാൻ നല്ല സ്പീഡായിട്ട് ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ അവർ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു. തിരിച്ച് എൻ്റെ ബൈക്കെടുത്ത് വരാൻ നിന്നപ്പോൾ എൻ്റെ തലമുടിയെ പിടിക്കുകയും ഷോൾഡറിൽ അടിക്കുകയും. പിന്നാലെ എത്തിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാർക്കും പ്രദേശവാസികളിൽ ചിലർക്കും മർദ്ദനമേറ്റിരുന്നു. വെള്ളറ സ്വദേശി വിജിലിന്റെ ബൈക്ക് സംഘം കൊണ്ടുപോയി. വാളുമായി എൻ്റെ തലയിൽ വെട്ടുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റിനെ വെട്ടി, തലയിലെ വെട്ടി ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ബൈക്കിലൊന്ന് മറിച്ചിടുകയും എൻ്റെ ബൈക്ക് കൈവശപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം ചോദ്യം ചെയ്ത സമീപവാസിയുടെ വീടും സംഘം അടിച്ചു തകർത്തു. ആറുകാണി സ്വദേശിയായ പാസ്റ്റർ അരുൾദാസിനെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. സംഘത്തിലെ 4-മനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അമേരിക്കയിൽ വൈറ്റ് ഹൌസ് പരിസരത്തേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയ ഇന്ത്യൻ വംശജനായ യുവാവ് കുറ്റക്കാരനെന്ന് കോടതി. ഓഗസ്റ്റിൽ ശിക്ഷ വിധിക്കും. തീവ്രവാദം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു ട്രക്ക് വാടകയ്ക്കെടുത്ത് വൈറ്റ് ഹൌസ് ആക്രമിച്ച ഇന്ത്യക്കാരനായ യുവാവ് കുറ്റക്കാരനാണെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. 20 വയസ്സ് മാത്രം പ്രായമുള്ള സായി വർഷിദ് കണ്ടൂല കഴിഞ്ഞ വർഷം മെയ് 22-ന് വൈറ്റ് ഹൗസ് ആക്രമിക്കാൻ തുനിഞ്ഞത്. ഇയാൾക്കെതിരായ ശിക്ഷ ഓഗസ്റ്റ് 22-ന് വിധിക്കും. നാസ്തി ആശയങ്ങളിൽ ആകൃഷ്ടനായ യുവാവ് വൈറ്റ് ഹൗസിന്റെ നോർത്ത് വെസ്റ്റ് എയ്ച്ച് സ്ട്രീറ്റിലെ സുരക്ഷാ ബാരിക്കേഡുകളൊക്കെ തകർത്ത് ഗേറ്റിലേക്ക് ട്രക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ പിടിയിലാകുകയും പിന്നീട് ഇദ്ദേഹത്തെ വാഷിംഗ്ടൺ ജയിലിലേക്ക് അയക്കുകയുമായിരുന്നു. പിടിക്കപ്പെടുമ്പോൾ സായി വർഷിദ് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലുമെന്നും തന്റെ വഴിയിൽ തടസ്സമാകുന്ന ആരെയും കൊല്ലുമെന്നാണ്. തീവ്രവാദം അടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച് ഒരു സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുക, അതിന്റെ നേതാവാകുക എന്നതായിരുന്നു സായി വർഷത്തിന്റെ ഉദ്ദേശമെന്ന് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ആക്രമണത്തിനായി നിരവധി ആഴ്ചകളുടെ തയ്യാറെടുപ്പ് നടത്തിയതായും കോടതി രേഖകൾ പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. മന്ത്രി വി അബ്ദുറഹിമാന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ജനാർദ്ദൻ പേരാമ്പ്ര അന്തരിച്ചു. അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 63 വയസ്സായിരുന്നു. മൃതദേഹം ഇന്ന് രാത്രി തിരൂർ മാങ്ങാട്ടിരിയിലെ വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 8 മണിക്ക് തിരൂർ ടൗൺ ഹാളിൽ പൊതുദർശനം. 11 മണിയോടെ ജന്മനാടായ പേരാമ്പ്രയിലേക്ക് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ ഷെഡ്യൂളിൽ മാറ്റം. സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച് മുഖ്യമന്ത്രി പുലർച്ചെ ദുബായിലെത്തി. 20-ാം തീയതിയോടെ കേരളത്തിൽ തിരികെ എത്തുമെന്ന് മന്ത്രിസഭാ യോഗത്തെ മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനം എടുത്തില്ല. മെയ് 8 മുതൽ 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും
19 മുതൽ 21 വരെ ദുബായിലും സന്ദർശിക്കാനായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ച മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ദുബായിലെത്തി. അവിടെ നിന്നാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തത്. 20-ാം തീയതിയോടുകൂടി കേരളത്തിൽ തിരികെ എത്തുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കൂടി ദുബായിലുണ്ടെങ്കിലും ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല. അതേസമയം നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി തിരികെ എത്തിയതിന് പിന്നാലെ മന്ത്രിസഭായോഗം ചേർന്ന് നിയമസഭ വിളിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് കൈമാറും. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ സഭാ സമ്മേളനം ചേരാനാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് വിചാരണയ്ക്കായി ആലപ്പുഴയിൽ പ്രത്യേക കോടതി ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 24 തിരുവനന്തപുരം. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഫിലാഡൽഫിയ റീജിയന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. IPCN ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രസിഡന്റ് അരുൺ കോവാട്ട് അധ്യക്ഷത വഹിച്ചു. ABC ന്യൂസ് പ്രതിനിധി ഡാൻ കുല്യാർ, പെൻസിൽവാനിയ സംസ്ഥാന പ്രതിനിധി ജാറഡ് സോളമൻ എന്നിവർ മുഖ്യാതിഥികളായി. IPCN നാഷണൽ ലീഡേഴ്സ് സുനിൽ ട്രസ്റ്റാർ, ഷിജോ പൗലോസ്, വൈശാഖ് ചെറിയൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ പ്രസ് ക്ലബ് അഡ്വൈസറി ബോർഡിനെ പ്രതിനിധീകരിച്ച് 24 നോർത്ത് അമേരിക്ക ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് മധു കൊട്ടാരക്കര ആശംസകൾ അറിയിച്ചു. ചാപ്റ്റർ സെക്രട്ടറി സുമോദ് നെല്ലിക്കാല, ട്രഷറർ വിൻസെന്റ് ഇമാനുവൽ, വൈസ് പ്രസിഡന്റ് റോജി സാമുവൽ, ജോയിന്റ് സെക്രട്ടറി ജോർജ് ഉളിക്കൽ, ജോയിന്റ് ട്രഷറർ സിജൻ തിരുവല്ല എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.